പേടിക്കണ്ട, എന്നെ ഫോളോ ചെയ്താൽ മതി. ഈ തെലുങ്കന്മാർക്ക് ചില പ്രത്യേക രീതികളൊക്കെ ഉണ്ട്. അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഞാൻ കാണിച്ചത്. ഫോളോ. വിശേഷിക്കണ്ടേ? നീ എന്തായി കാണിക്കുന്നേ? ആന്ധ്രയില് ഡാൻസ് കണ്ടാലും കൂടെ കൂടിക്കോണമെന്ന റൂളാണോ? എങ്കിൽ ഞാൻ ഡാൻസ് ചെയ്തോളാം. നീ നിനക്കറിയാവുന്ന തെലുങ്ക് വെച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ നോക്ക്. ചെല്ല്. അല്ല, ഞാനും ഈ പോടാ എന്ന് പറയുന്നതിന്റെ തെലുങ്ക് എന്താ? പോറാന്ന്. എങ്കിൽ പോടാ. కొట్టార బ్యాగ్ పడుతుంది. ഒന്ന് പോറാ. ഇത് ഞാനാടാ. ഇതെന്താ ഇത്? അത് ശരി, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാതെ നീ കളിച്ച് രസിച്ച് നടക്കല്ലേ? ഒറ്റ അടിവെച്ചതാണല്ലോ. എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയ ഈ കാണുന്നത്. എന്ത് ചോദിച്ചാലും ഇവിടെ ഉള്ള ഒരു തലയിൽ കൂടെ പൊടി വാരി എറിഞ്ഞിട്ട് എന്തെങ്കിലും പറയൂ. നീ ചെപ്പന്തി കറക്റ്റ്. ഇവിടത്തെ രാജ്ഞിയുടെ പ്രതിമയാ കൊണ്ടുപോകുന്നത്. ഇന്ന് അവരുടെ പിറന്നാൾ ആഘോഷം. അതിന് പ്രതിമയും കൊണ്ട് നടക്കുന്ന എന്തിനാ? പങ്ക. അയ്യോ, പിന്നെ ഇവിടത്തെ രാജ്ഞി മരിച്ചിട്ട് 10-12 വർഷമായി. അതുമല്ല, രാജ്ഞി എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ദൈവത്തെ പോലെയാ. അതുകൊണ്ടാ ഈ പ്രതിമയും ചുമന്നുകൊണ്ട് നടക്കുന്നത്. എല്ലാ കൊല്ലമുള്ള ആഘോഷ. അതെന്തെങ്കിലും ആയിക്കോട്ടെ. നീ ആ ആന്ധ്ര പൊന്നം പറഞ്ഞത് അന്വേഷിച്ചോ? അന്വേഷിച്ചു. പൊന്നം പറഞ്ഞത് 100% ശരിയാ. ഈ കൊട്ടാരത്തിൽ ഒരേ ഒരു അവകാശിയുണ്ട്, മരിച്ചുപോയ രാജ്ഞിയുടെ മകൻ. അതാരാണെന്ന് ഇപ്പൊ ഈ ലോകത്ത് 4 പേർക്ക് അറിയാവൂ. നമ്മൾ 2 പേര്, പിന്നെ പൊന്നൻ. പിന്നെ ആർക്കറിയാം? എനിക്ക്. പിന്നെ ഇതാരാ? ഈ വിരല് പ്രതിമ ചുമന്നുകൊണ്ട് നടന്ന പൊളിക്കതാ. മടങ്ങില്ല. ഇനി കാര്യത്തിലേക്ക് മടങ്ങാം. 17 കൊല്ലം മുമ്പ് ഈ കാണുന്നതിന്റെയൊക്കെ അവകാശിയെ ഏതോ പാട്ടുകാർ തട്ടിക്കൊണ്ടുപോയി. അന്ന് അവർ പാടി നടന്നിരുന്ന പാട്ട് പോലും ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നെ ഒന്നുകൂടി അറിയാം. 1 വയസ്സ് പോലും പ്രായമാകാത്ത ആ രാജകുമാരി അന്ന് തട്ടിക്കൊണ്ടുപോയത് 2 കുരുടന്മാരാണ്. നമ്മൾ കൃത്യസമയത്ത് തന്നെ എത്തി കേട്ടോ. ఆరా అయాలు అయాలా అది రాజావా 17 సంవత్సరాలుగా నా కూతురు దొరుకుతదని ఎంతో ఆశతో ఎదురు చూశాను. కానీ ఇంకా ఎదురు చూడటంలో అర్థం లేదని నేనొక నిర్ణయం తీసుకున్నాను. 17 കൊല്ലമായിട്ട് രാജാവ് മകൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നും ആ കുട്ടി എന്നേക്കുമായി നഷ്ടപ്പെട്ടതുകൊണ്ട് അവൾ മരിച്ചതായി അംഗീകരിക്കാനും പകരം വേറൊരു കുട്ടിയെ രാജ്ഞിയാക്കാനുമാണ് കൊട്ടാരത്തിന്റെ തീരുമാനം. ഏതാണ്ട് ഇതൊക്കെയാണെന്ന് തോന്നുന്നു അതിന്റെ അർത്ഥം. പിന്നെ ഇവിടത്തെ തെലുങ്കിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്ത്? അതെനിക്കറിയില്ല. ഈ నిర్ణయానికి ఎవరికైనా అభ్యంతరం ఉందా? ഇപ്പോ എന്താ പറഞ്ഞേ? ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയാൻ. నా కూతురు సలిపోయిందని నేను తీసుకున్న ఈ నిర్ణయం మగలు మరిచు అని ప్రఖ్యాపించి കഴിഞ്ഞാൽ ఒకవేళ నా కూతురే తిరిగి వచ్చినా తండ్రిగా కూడా తనను అంగీకరించలేను. പിന്നെ ആ കുട്ടി തിരിച്ചു വന്നാൽ രാജാവിന് സ്വീകരിക്കാൻ കഴിയില്ലെന്ന്. తీసుకోపోయే ఈ నిర్ణయంలో ఇక్కడ ఉన్న ఎవరికైనా అభ్యంతరం ఉంటే చెప్పండి, ഇപ്പോഴേ മാർച്ചുకుంటాను. ആരെങ്കിലും എതിർപ്പുണ്ടെന്ന് പറഞ്ഞാൽ ചടങ്ങ് മാറ്റിവെക്കാനുള്ള അധികാരം രാജാവിനുണ്ടെന്ന്. ఎవరికైనా అభ్యంతరం ఉందా చెప్పండి. అభ్యంతరం ఉంటే ధైర్యంగా చెప్పండి. ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയാനാ പറഞ്ഞത്. ആണോ? എതിർപ്പുണ്ട് എന്ന് പറയുന്നതിന്റെ തെലുങ്ക് എന്താ? നാക്കു അഭ്യന്തരം ഉന്തി. 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 పైగా రాజుగారు పిలుస్తున్నారు. എന്താ? పైగా రాజుగారు పిలుస్తున్నారు. എന്താണ് പൈക്കരാന്ന് പറഞ്ഞ? പറഞ്ഞൂടാത്തോണ്ടല്ലേ ഞാൻ ചിരിച്ചത്. കേരള నువ్వేం చెప్పావు? పంగన్. పంగన్?
അല്ല, ഇവൻ പറയും. ഒന്ന് തെലുങ്കിൽ പറയടാ. നീലു കാവാലി. ഒരു ഗ്ലാസ് നീലു വെള്ളം. എന്ത് വെള്ളം വേണോ? അതെ, വെള്ളം നീലു. മലയാളം അറിയാലോ? നിങ്ങൾ എവിടെന്നാ വരണത്? പറയൂ, നിങ്ങൾ ആരാ? ഞാൻ പഞ്ചകാക്ഷൻ. ഞാൻ ചന്ദ്രഹാസൻ. ഞങ്ങൾ വരുന്നത് നിങ്ങൾ 17 വർഷമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മകളുടെ അടുത്ത് നിന്നാണ്. നമ്മൾ ഫ്രണ്ട്സില്. ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. അവൾ അങ്ങയുടെ മകളാണെന്ന് തെളിയിക്കാൻ മറ്റു തെളിവുകളൊന്നും വേണ്ട. ഒരൊറ്റ പ്രാവശ്യം അവളെ കണ്ടാൽ അങ്ങേക്കത് ബോധ്യമാകും. ഞങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. ദേഷ്യം വന്നാൽ കൊല്ലാൻ മടിക്കാത്ത ആളാണെന്ന് അവര് പറഞ്ഞല്ലോ. ആ ദേഷ്യം വന്നാലല്ലേ? ഭയപ്പെടണ്ട. ഇനി പറ, എന്റെ മകൾ എവിടെയുണ്ട്? അത് പറഞ്ഞ ഞങ്ങളെ വേറൊരാൾ കൊന്നുകളയും. പൊന്നൻ. ഈ പൊന്നൻ പറയൂടാ, ഞാനെല്ലാം പറയും. എന്തായാലും നമുക്ക് രണ്ടുപേർക്ക് ഈ 2 മരണം ഉറപ്പാ. അപ്പൊ പിന്നെ സത്യം പറഞ്ഞിട്ട് മരിച്ചൂടെ? ആന്ധ്ര പൊന്നെന്നാ വിളിക്കുന്നത്. അയാളാ ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ദേവന് കുറെ കാശിന്റെ ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ അവന്റെ വീട് ജപ്തി. അതുകൊണ്ടാ ഞങ്ങൾ ഇതിനിറങ്ങി പുറപ്പെട്ടത്. ആന്ധ്ര പൊന്നൻ അവനിപ്പോ എവിടെ ഉണ്ട്? കേരളത്തിൽ. മഹാരാജാവ് തിരുമനസിനെ മുഖം കാണിക്കാൻ അടിയൻ വന്നിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ എന്നെ കൊന്നുകളയാൻ ഉത്തരവിട്ട ആളാണ് നിങ്ങൾ. എന്നെ ആട്ടിപ്പായിച്ചവരാണ് നിങ്ങൾ എല്ലാവരും. ഇന്ന് എന്റെ ദിവസമാണ്. മഹാരാജാവിനോട് ഇന്ന് ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് തരും. നിങ്ങളുടെ ജീവനേക്കാൾ വിലയുള്ള നിങ്ങളുടെ മകൾക്ക് എന്ത് വില തരാൻ പറ്റുമെന്ന് മഹാരാജാവ് ഇന്ദ്രരാജ റെഡ്ഡി പറയണം. പറയാം. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എന്റെ മകൾ ഈ ലോകത്ത് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവളെ ഇവിടെ എന്റെ കൺമുമ്പിൽ കൊണ്ടു നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കും. നിന്നെ ഞാൻ വിശ്വസിക്കാം. വിശ്വസിക്കുന്നവർക്ക് എന്തും കൊടുക്കുന്നവനാണ് ഇന്ദർരാജ റെഡ്ഡി. അതുപോലെ ചതിച്ചാൽ പിന്നെ നമ്മളിൽ ഒരാളെ ജീവിച്ചിരിക്കൂ. മനസ്സിലായോ? എങ്കിൽ നിങ്ങൾക്ക് പോകാം. നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ നിങ്ങളുടെ സുഹൃത്ത് ഇവിടെ നിൽക്കും. എന്താ, സമ്മതാണോ? സമ്മതമാണ്. പോയിക്കോ. താങ്ക്സ് ആൻഡി. വിജിമോളെ. ഓ ഏട്ടാ. കഴിഞ്ഞ ആ കണ്ണാടി ഇങ്ങടുത്ത് നോക്കണ്ടേ? എങ്ങനെയുണ്ട്? കൊള്ളാം. മതി. ചേട്ടന്മാരെ രണ്ടുപേരെയും കുളിപ്പിച്ച് മുടിയൊക്കെ വാരി കഴിഞ്ഞോ? രണ്ടുപേരെയും ഊട്ടിയോ? ഓ, ഭക്ഷണം കൊടുത്തു. മാഷത് എവിടെയായിരുന്നു? പങ്കജേഷനെയും കണ്ടില്ലല്ലോ. എങ്ങോട്ടാ രണ്ടുപേരും പെട്ടെന്ന് മുങ്ങിയത്? ഏട്ടന്മാര് നിങ്ങളെ തിരക്കാത്ത നേരല്ല. ഞങ്ങള് മാഷിന്റെ കാര്യം കുറച്ചു മുമ്പ് പറഞ്ഞേ ഉള്ളൂ. മാഷിനെ കണ്ടാ എങ്ങനെ ഇരിക്കുന്നു മോളോട് വെച്ചപ്പോ മോള് പറയാ ശിവാജി ഗണേശനെ പോലെ ഇരിക്കുന്നു. ഞങ്ങൾ എങ്ങനെയാണ് മാഷ് ശിവാജി ഗണേശനെ കാണുന്നത്? കണ്ടിട്ടില്ലെങ്കിൽ എന്താ, രണ്ടുപേരും ശിവാജി ഗണേശനേക്കാൾ നന്നായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ആണാ? ഞങ്ങൾക്ക് കണ്ണു കണ്ടുകൂടല്ല. അത് കാരണം ഞങ്ങളുടെ അഭിനയം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ലേ ചേട്ടാ? മാഷ് കണ്ടോ?
அடி என்னடி ராக்கம்மா பல்லாக்கு நெருப்பு என் നെഞ്ചി കുലുങ്ങുതടി. ഞാൻ പറയാം ഒരു പാട്ട്. അത് പാടാമോ? മാഷ് പറ, ഏത് പാട്ടാണ് വേണ്ടത്? ഞങ്ങൾ അത് പാടിയിരിക്കും ഇല്ലേട്ടാ? സത്യം? സത്യം. ശിവം സുന്ദരം. എന്താ അതറിയില്ലേ? ഇല്ല, ഞങ്ങൾക്കത് അറിയില്ല. അഭിനയം മതിയാക്കാം. ഈ കണ്ണുകളിലുള്ള ഇരുട്ടുണ്ടല്ലോ, അതിനേക്കാൾ ഇരുളടഞ്ഞതാ നിങ്ങളുടെയൊക്കെ മനസ്സ്. അതിനകത്ത് കുഴിച്ചു മൂടിയിരിക്കുന്നതെല്ലാം എല്ലാം പുറത്തെടുക്കേണ്ടി വരും. ചന്ദ്രു, എന്താ ഇതൊക്കെ? എന്തിനാ ഏട്ടന്മാരെങ്ങനെ വിഷമിപ്പിക്കണേ? നിന്റെ ഈ പൊന്നേട്ടന്മാരുണ്ടല്ലോ, ഇവരെ നീ സൂക്ഷിച്ചോ. നിന്റെ കണ്ണ് കുത്തി പൊട്ടിച്ച് നിന്നെ പിച്ചക്കിരുത്താൻ ഇവര് മടിക്കില്ല. അത്രയ്ക്ക് ദുഷ്ടന്മാരാ ഇവർ. നിനക്ക് ഇവര് വാരിക്കോരി തരുന്ന സ്നേഹമൊക്കെ വെറും അഭിനയമാണ്. നിന്നെ ഇവര് ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. ഇക്കാലം അത്ര നിന്നെ ഇവര് ദ്രോഹിക്കുകയായിരുന്നു. ഞങ്ങളുടെ മോളെ, ഞങ്ങളുടെ പൊന്നു മോളെ ഞങ്ങളുടെ ഉപദ്രവിച്ചത്. അതെ, കൈ നിറയെ പണം കിട്ടിയാൽ ആർക്ക് വേണമെങ്കിലും അവളെ